വരുന്നുണ്ട്. ഇന്ന് 2 കൊടുത്തിട്ട് തന്നെ കാര്യം. എവിടെ പോയി കിടക്കുന്നു? ഓ, എത്തിയോ? എന്നാണ് അമ്മച്ചി ഒരക്ഷരം പോലും പറയാതെ നേരം വെളുക്ക് മുന്നേ അങ്ങ് ഇറങ്ങി പോയല്ലോ. അതെ, മോള് നല്ല ഉറക്കായിരുന്നു. ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ, അത്രേ ഉള്ളൂ. രാവിലെ എത്ര മരുന്ന് കഴിക്കാനുള്ളതാ? സമയത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാലോ അമ്മച്ചിക്ക്. എന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നീ ഉണ്ടല്ലോടി ത്രേസ്യേ, അല്ലയോ? ഓ, എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടാവും അമ്മച്ചിക്ക്. എന്റെ ത്രേസ്യേ, ദാ നോക്കിയടി, പുഞ്ചക്കരയിലെ 3 ഏക്കർ സ്ഥലത്തുനിന്ന് കിട്ടിയതാ. അതെങ്ങനെയാ? തേങ്ങയെല്ലാം താഴെ വീണ് കിളിർക്കാൻ തുടങ്ങി. ഇതൊക്കെ നോക്കാനും പിടിക്കാനും ആള് വേണ്ടേ? ഒരാളിവിടെ ഉള്ളത് 24 മണിക്കൂർ ഉറക്കവാ. എന്തിയേ ആന്റെ പച്ചായൻ? ഇപ്പൊ ഇവിടെ കണ്ടതാണല്ലോ. ഓ, ഞാനിവിടെ ആ, ആന്റെ പച്ചായൻ ഇഞ്ഞു വന്നേ. ഇതെല്ലാം വെക്കം പെറുക്കി ആ തൊഴുത്തിലോട്ടിടാൻ നോക്ക്. ഞാനോ? എന്നാ അതും കൂടി ഞാൻ ചെയ്യണം. വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ ചെല്ല്. കുഴി മടിയൻ, ദേഹം ഒന്ന് ഇളകട്ടെ. അല്ലയോടി, വാടി. ഇതെന്നതാ അമ്മച്ചി? വാറ്റ്. വാറ്റടി. വാറ്റോ? ആ, എന്റെ അമ്മച്ചി, ദേ ഇനി ഇതിവിടെ നടക്കുകയല്ല കേട്ടോ. എടി, ഇത് സാധാരണ വാറ്റല്ല, ഇതിത്തിരി കൂടിയ ഇനവാ. അതും മുന്തിരിയിട്ട് വാറ്റിയതാ. ഇത് കഴിച്ചാലേ എന്റെ ത്രേസ്യേ വെളുത്ത് ചുമന്ന് മദാമ്മയെ പോലെ ആവുന്ന. ആര് പറഞ്ഞു? ദേ അവൻ കാട്ടുപോയിട്ട് തിരിച്ചുന്ന. കൊള്ളാം. അപ്പൊ അമ്മച്ചി ഒരു കാര്യം ചെയ്. ഈ ചട്ടയും മുണ്ട് മാറ്റി വെച്ച് കൈയില്ലാത്ത ബനിയനും കുട്ടി നിക്കറും ഇട്ട് ജർമ്മനിയിലോട്ടങ്ങ് പോയാ മതി. വല്ല സായിപ്പിനെയും കെട്ടി 4 എണ്ണം അടിച്ച് അവിടെ അങ്ങ് കഴിഞ്ഞു. അമ്മച്ചിയുടെ പുന്നാര മോനുണ്ടല്ലോ അവിടെ, ജോബി. ദേ ഓ, ഇത്തിരി വെള്ളം അനത്തിയിട് മോളെ. അമ്മച്ചി ഒന്ന് കുളിക്കട്ടെ. അനുസരണയില്ലാത്തൊരു അമ്മച്ചി. ഇങ്ങത്താ. ഇപ്പൊ എന്റെ കണ്ടുപോയനെ അറിയാമോ? പിന്നല്ലാതെ കുറെ നേരമായല്ലോ കണ്ണാടിക്ക് മുന്നിൽ കുച്ചിപ്പുടി കളിക്കുന്നു. ഒരു സുന്ദരി ചമയൽ. അതെ, സൗന്ദര്യമുള്ളവർക്കേ ചമയം വരും. അതെനിക്ക് ഇത്തിരി കൂടിപ്പോയി. സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞൊഴുകയില്ലേ ചേച്ചിക്ക്? അങ്ങോട്ട് മാറി പൂച്ചേ. രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടും കൂടെ? നിന്റെ ചോറ്റുപത്രം. അതെ അമ്മച്ചി, ഇന്ന് ഫീസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ. ഇന്ന് കൊടുത്തേ പറ്റൂ. അവിടെ നിന്റെ അപ്പനെന്ന് പറഞ്ഞ ആളെ കൂർക്ക വിളിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. ചെന്ന് ചോദിക്കേ, ചെന്ന് ചോദിക്കും. ചെല്ലാൻ. അപ്പച്ചാ, അപ്പച്ചാ എഴുന്നേക്ക്, ഒന്ന് എഴുന്നേക്ക് അപ്പച്ചാ. ഇത് നിനക്കുള്ളത് മുഴുവൻ കഴിക്കണം കേട്ടോ. എന്തേ കിട്ടിയോ? മക്കളെ വിഷമിക്കണ്ട, അമ്മച്ചി തരാവേ. അമ്മച്ചി, അപ്പച്ചനെങ്ങാനും ഇത് കണ്ടാലേ എപ്പോ എടുത്തും ചോദിച്ചാ മതി. ഇതാ മക്കളുടെ ഫീസ്. നല്ല അമ്മച്ചി. അമ്മച്ചി, ദേ ചന്ദ്രിക വന്നു, ഞാൻ പോണേ. പോയിട്ട് വാ. അമ്മച്ചി, ഞാൻ പോണേ. സൂക്ഷിച്ചു പോണേ മോളെ. ദേ ഭക്ഷണം മുഴുവൻ കഴിക്കണേ. പൊക്കോ. ടാറ്റാ. ആഹാ, ഇതെപ്പ കേറി ഇതിനകത്ത്? അയ്യോ, ഇതിനകത്തിരുന്ന പുട്ട് മുഴുവൻ തീർന്നോ? വേവൽപ്പം കുറവാണ് മേരി. എന്നിട്ട് മുക്കറായിട്ട് മുഴുവൻ തിന്ന് തീർത്തിട്ടുണ്ടല്ലോ. നിനക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്.
ആ നല്ല കാര്യം. ഇതെന്തേ ബാക്കിയാക്കിയത്? ഇതും കൂടെ ഉണ്ടാക്കിലേക്ക് തള്ളായിരുന്നില്ലേ? ഇന്നെന്തോ അല്പം വിശപ്പ് കൂടിയ പോലെ തോന്നുന്നു മേരി. കലത്തിൽ ഇന്നലെ മിച്ചം വന്ന പഴങ്കഞ്ഞിയുണ്ട്, അതും കൂടെ അങ്ങ് മോന്തായിരുന്നല്ലോ. പുട്ടടിക്കുന്നതിന് തൊട്ട് മുമ്പ് 2 കാന്താരി കുട്ടി ഞാനത് പിടിപ്പിച്ചെന്നേ. ഓ, ഇങ്ങനൊരു തീറ്റ മോടൻ. മറ്റുള്ളവർ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ ഇത് വല്ലതും അറിയുന്നുണ്ടോ? സ്വന്തം കാര്യം അത്രേ ഉള്ളൂ. മേരിക്ക് വേണം എടുത്ത് കഴിച്ചോ. ഈ മനുഷ്യന് ഞാൻ രാവിലെ പുട്ടടിക്കാൻ പോയതാ, വായച്ചിലായിരുന്നു മിച്ചം. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങണതാ. വാളെ വായുള്ളത് എന്തേലും ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാ മതി, അപ്പ ഇറങ്ങും ഒരു നീ പോടി. പോണ പോക്കാണ്ടത്തൊന്ന് രാജ്യം മുഴുവൻ തന്റെ മൺവെട്ടി കൊണ്ട് വെട്ടിക്കൊട്ടി കൊട്ടയിലാക്കി ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു. കൊണ്ടുതരാടി. കഷ്ടം തന്നെ. എന്റെ മാതാവേ, ഇങ്ങനൊരു സാധനം പോണ പോക്കണ്ടില്ലേ? സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊള്ള, നല്ല മകൻ. അമ്മച്ചി, ഓ, എന്നാടി ത്രേസ്യേ? ഓ, ഇവിടെ ഇരിക്കുകയാണോ? രാവിലെ ഒരു പത്രം കിട്ടിയാ പിന്നെ അത് മുഴുവനും അരിച്ചു പെറുക്കി വായിച്ചിട്ട് എഴുന്നേക്കൂ. 4ാമത്തെ തവണ അമ്മച്ചി കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കുന്നേ. ഒന്നിങ്ങ് വന്നേ അമ്മച്ചി. പത്രം വായിച്ചു കഴിഞ്ഞില്ലടി മോളെ. ഓ, മതി അമ്മച്ചി, ഇനി പിന്നെ വായിക്കാം. അമ്മച്ചിക്ക് അറിയാലോ, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലിയുള്ളതാ. ഓ, ഞാനായിട്ടിനി നിന്റെ ജോലിക്കൊരു തടസ്സം നിൽക്കുന്നില്ലടി ത്രേസ്യോ. വന്നാട്ടെ. എന്തുവാടി ഒരു ശബ്ദം? അയ്യോ, തുമ്മിച്ചായൻ. അഴുതെറ്റിയ ഞാനും എന്നതാടാ തൊമ്മിച്ച അവിടെ കിടന്ന് നീ തപ്പുന്നത്? ഒന്ന് കാല് വീഴ്ത്തിയത് അമ്മച്ചി. നീ രാവിലെ കഴിച്ചിട്ടുണ്ടല്ലേടാ? അങ്ങനെയൊന്നുമില്ല, സ്വല്പം, അത്രേ ഉള്ളൂ. ഇത്ര രാവിലെ നിനക്ക് എവിടെ നടാ കള്ള് കിട്ടുന്നത്? അമ്മച്ചിക്ക് സുഖാണോ? സുഖവിവരം അറിയാൻ കള്ളും കുടിച്ച ചാന്നോടാ വരുന്നത്? നിന്റെ പണിയൊക്കെ എങ്ങനെയുണ്ടടാ? കുറവാ, തീരെ കുറവാ. അതുകൊണ്ടാണ് അമ്മച്ചി 2 എണ്ണം കഴിച്ചു പോണത്. നീ വിഷമിക്കണ്ടടാ തൊമ്മി. അധികം താമസിയാതെ ഈ അമ്മച്ചിക്ക് വേണ്ടി ഒരു കുഴി ഞാൻ തരുവടാ. അങ്ങനൊന്നും പറയല അമ്മച്ചി, തൊമ്മിക്ക് സങ്കടം. ഈ കൈ കൊണ്ട് വിളമ്പി തന്നു ഉപ്പും ചോറും കഴിച്ചു വാർന്നവനായി തൊമ്മി. അപ്പൊ പിന്നെ എങ്ങനെ സഹിക്കാനാ? ഒന്ന് പറ. തൊമ്മിക്ക് സഹിക്കാൻ പറ്റിയല്ല. അപ്പോഴേക്ക് നിന്റെ മുഖം മാടിയോടാ. അതാ ഈ തൊമ്മി. പോകാൻ പറ്റേ. മോളെ ത്രേസ്യേ, നിനക്ക് സുഖാണോടി? എന്നാ തൊമ്മിച്ച ഇങ്ങനെ കുടിച്ച് നശിക്കണോ? ഇത് എന്നാ നശിക്കാനാ? ഇത് വെക്ക്. വേണ്ട അമ്മച്ചി, വെക്കടാ. വേണ്ടെന്ന്. മേടിക്കടാ. ആ, ഇത് നിനക്ക് കള്ളു കുടിക്കാനുള്ളതല്ല, മേരിക്ക് കൊണ്ടുപോയി കൊടുക്ക്. വീട്ടിലെ പട്ടിണി തൽക്കാലം മാറട്ടെ. ഇന്ന് അമ്മച്ചിട്ട് കരുന്നേട്ടോ. എന്നാ വരട്ടെ എന്നാല്. അതാ പോട്ടെ മോളെ. ശേഖരായ എന്റെ ശേഖരേട്ടോ. ചുമ്മാ മുരളി. വേണ്ട, ഇട്ടിച്ച മുരളിക്ക് കാണുമ്പോഴുള്ള സ്നേഹമുള്ളൂ. എന്നിട്ടാണോടി തങ്കമണി നിനക്ക് കഴിഞ്ഞ ആഴ്ച 20,000 രൂപ വന്നത്? അത് സമ്മതിച്ചു. പിന്നെ ഇട്ടിച്ച മുരളി പറഞ്ഞിട്ടല്ലേ ചെറുതാണെങ്കിലും ഞാനൊരു കൂര പണിയിക്കുന്നത്. പറഞ്ഞാ അതെനിക്ക് അറിയാലോ. ഞാനിന്ന് രാത്രി അങ്ങോട്ട് വരുന്നുണ്ട്, ഒരുങ്ങി ഇരുന്നോണം. കള്ളൻ. ഒന്നുകൂടെ ഒഴിക്കട്ടാ തോമിച്ച. ഒന്നുകൂടി ഒഴിക്കടാ. ഇത് ഏതാണ് സാധനം? ഇത് ഇടിയനാടാ, ഇടിയൻ. മോര് നല്ല ഫോമിലാണല്ലോടി. അതെ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട മുരളി. ഇടിയൻ കൊള്ളാലോടാ. ഒന്നുകൂടെ ആയാലോടാ. ഒന്നുകൂടി ഒഴിക്കടാ. രാമകുട്ടി, നീ എന്റെ ചങ്കാടാ, ചങ്ക്. തീർന്നല്ലോടാ കുപ്പി. ഒരാളുടെ കൂടെ പറയട്ടടാ. അമ്മച്ചി തന്ന കാശ് തീർന്നല്ലോടാ. അത് എന്താടാ, കടമായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. നാളെ തൊമ്മിച്ചനെ കൊടുക്കാലോ. അത് തോമിച്ച് കൊടുക്കും. എന്നാ പിന്നെ നീ പറയണം കൂടി. തങ്കമണിയോ,
ഓ ഒരു 4 കൂടെ കൂടെ പോരട്ടെ. ചേട്ടാ ചിക്കൻ പെരട്ടൂടി എടുക്കട്ടെ. അതിനെന്താ, അത് 2 പോന്നോട്ടെ. ദാ വന്നു. മാവേ കരയിലടാ, അമ്മ ദേ എത്തി. മാവേ കരയിലടാ. ഓ എവിടെ എവിടെ അമ്മയുടെ മുറ്റത്ത് എവിടെ? ഓ കരയിലടാ, അമ്മ എത്തിടാ. കണ്ണുണ്ട്. ഓ ഓ കരയിലടാ വാവ, ഇരിക്കുന്നോളൂ. ഓ അമ്മ പെട്ടെന്ന് വരേ. കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കാനല്ല ഇവിടെ ശമ്പളം തരുന്നത് കേട്ടോ. അല്ല സാറേ, കുഞ്ഞ് കരഞ്ഞത് കൊണ്ടാ. പെട്ടെന്ന് ജോലി തീർക്കാൻ നോക്ക്. ഓ ഓ കുഞ്ഞുറങ്ങിയല്ലേ? ഉറങ്ങി. ഇത്തിരിയേ ഉള്ളെങ്കിലും അവനറിയാം ഈ അമ്മച്ചി ജോലി ചെയ്താലേ കുടുംബം കഴിഞ്ഞു പോകുന്നു. അയ്യോ അമ്മച്ചി, എന്നതാ അമ്മച്ചി ഇത്ര താമസിച്ചു പോയ? വയറ് വിശന്ന് കരിഞ്ഞു അറിയോ? കളിക്കാം. കാശ് കിട്ടാൻ അല്പം വൈകി. പിന്നെ ദേ കുറച്ച് മലക്കറി വാങ്ങണമായിരുന്നു. ഇപ്പൊ ശരിയാക്കി തരേ. വാ. നമുക്ക് എന്തൊക്കെ കളിക്കാം? ചേച്ചി മോന് കളിപ്പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്താടോ ഒന്ന് സഹരിച്ചൂടെ മാഷേ? എന്റെ ഈ കുഴിമാടത്തിലെങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കാന്ന് വെച്ചാ ഇവിടെയും കിടത്തില്ല. മൂക്കറ്റം കള്ളും കുടിച്ച് വന്നിരിക്കുന്നു വൃത്തികെട്ടവൻ. എന്നാ നാറ്റം. അതുകൊണ്ടാണല്ലോ നിന്നെ മൂക്കി പഞ്ഞി വെച്ചേക്കുന്നത്. അപ്പൊ ശുഭരാത്രി. രാത്രി ശുഭരാത്രി, തുമിച്ചെന്നു ശിവരാത്രി. അലക്കിയത് ഏത് അലക്കാത്തത് ഏത് ഒന്നും തിരിച്ചറിയാൻ പറ്റണില്ല. ഓ എന്തൊരു നാറ്റം. ആ, ദേ ഇവിടെയും കിടക്കുന്നു. എല്ലാം കൂടി ചുരുട്ടി കുട്ടി ബോംബാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ കഷ്ടപ്പെടാൻ. മറ്റാർക്കും ഇതൊന്നും അറിയണ്ടല്ലോ. കഷ്ടം തന്നെ. അന്നമ്മോ പറഞ്ഞു വരുമ്പോ എന്റെ വകയിലകന്നൊരു ബന്ധുവാണ്. ബോംബെയിലാ ജോലി. കാണാനും തിരക്കടില്ല. നല്ല കുട്ടിയാ, ഒറ്റ മകൻ. ആ ഇവിടെയാണെങ്കിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലീവിൽ വന്നതാണ്. താല്പര്യം എന്ന് വെച്ചാ ഇവളുടെ കാര്യം നമുക്കൊന്ന് ആലോചിക്കായിരുന്നു. എനിക്കൊരു വിവാഹം ഉടനെ വേണ്ട. എനിക്ക് താല്പര്യമില്ല അമ്മച്ചി. പിന്നെ നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിൽക്കാനാ? അതൊന്നും അല്ല അമ്മച്ചി. എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോയാ എന്റെ അമ്മച്ചിയുടെ കാര്യം ആര് നോക്കും? അതെങ്ങനെയെങ്കിലും ആവട്ടെ. നിന്റെ ഭാവി സുരക്ഷിതമാക്കണ്ടേ ത്രേസ്യേ? അതെങ്ങനെയും ആവണം, അത്ര തന്നെ. ഇതൊരു നടക്ക് പോകൂല. പ്രളയബാധിത പ്രദേശത്ത് ലൈഫ് ജാക്കറ്റ് കൊടുക്കുമെന്ന് മന്ത്രി. നല്ല ദീർഘവീക്ഷണമുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ എങ്ങനെ? അടുത്തൊരു പ്രളയം മുന്നിൽ കണ്ടോണ്ടായിരിക്കും. അല്ല, വീട് വെച്ച് കൊടുക്കുന്ന കാര്യം എന്തായി? ഖജനായ പണമില്ലെന്നല്ലയോ പറയുന്നത്? അപ്പൊ കിട്ടിയൊന്നും പണമായിട്ടല്ലേ? അല്ല, മണ്ണായിട്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ ഉള്ളേ? പുതിയ പുതിയ വാർത്തയ്ക്ക് പിന്നാലെയല്ലേ മന്ത്രിമാര്? ബസ് അപകടം. തണ്ണീർമുക്കം പഞ്ചായത്തിന് എതിർവശം പുലർച്ചെ 5 മണിയോടെ നിയന്ത്രണം വിട്ട ബസ് സമീപത്തുള്ള കാർത്തിയാനി ഷോപ്പിംഗ് മാളിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. മരണം വല്ലതും? നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ. കുഴിയെടുപ്പ്. നമ്മുടെ അടുത്ത് വലിയൊരു അപകടം നടന്നിട്ട് ഒരു കുഴി തന്ന് സഹായിക്കാൻ കർത്താവിന് തോന്നിയില്ലല്ലോ. ആരിത്? തൊമ്മിയോ? നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നടാ. എന്നതാ? ഒരു കുഴി എടുക്കാനുണ്ടായിരുന്നു. എവിടെ? വീട്ടുവളപ്പില. വീട്ടുവളപ്പില? ആ, കുറച്ച് നല്ല വിത്തേനണ്ട് വെച്ചിട്ടുണ്ട്. അത് കുഴിച്ചിടാനാ. അല്ല പിന്നെ എന്റെ പണിയെ പറ്റി എങ്ങനെ പരിഹസിച്ചാണ്ടല്ല നിന്നെ വെട്ടി തുണ്ടെന്നുണ്ടാക്കി കാച്ചിന് വളമാക്കി കളി ഞാൻ. വേലങ്കുള്ളിയിലെ തെക്കോടൊക്കെ നടക്കാം. എന്നിട്ട് അവൻ്റെ ഒരു ജാട കണ്ടില്ലേ? അവനോട് ആരെങ്കിലും സംസാരിക്കാൻ നിൽക്കുക? അവനൊരു മൂരിയാ, മൂരി.
തൊമ്മിയോ നീ ഇതെങ്ങോട്ടാടാ ഒന്ന് തിരക്കിട്ട് അക്കരെ വരെ പോണം. മരിപ്പോലും തടഞ്ഞോടാ തൊമ്മി. ഓ എവിടെ നിന്ന് മരിപ്പ് തടയാൻ. കഷ്ടം വേലയും കൂലില്ല തെക്കോടെ നടക്കുന്ന അവനോടാ മൂരി ഓത്ത് ആരെങ്കിലും പറ്റിച്ച് പള്ള നിറച്ച് പട്ടയും മുതി വാളും വെച്ച് വള്ളി തിന്നലോ വല്ല കടത്തിടലോ അങ്ങ് കിടക്കും. പിന്നെ ബോധം തെളിഞ്ഞ കണ്ണിൽ കണ്ടോണ്ട് മെക്കിട്ട് കയറുക. അതാ ഇവൻ അല്ലടാ മൂരി. പറയുമ്പോൾ അതും പറയണല്ലോ, ഇവന്റെ കെട്ടിയോള് മേരി ചുമടെടുത്താണെങ്കിലും ഇവനെ ഇവന്റെ കുഞ്ഞുങ്ങളെയും നല്ലോണം നോക്കും. ഇവൻ ആകെ അറിയാതൊരു പണിയുണ്ട്, കൊച്ചുങ്ങളെ ഉണ്ടാക്കുക. അല്ലടാ മൂരി. ശരിയാടാ, ഞാൻ മൂരിയാ. എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാക്കാനെങ്കിലും അറിയാം. എടാ മൂക്കിന് താഴെ കരിതേച്ച് കറപ്പിച്ച കപ്പടാ മീശിയം വെച്ച് കയ്യിലും കഴുത്തിലും ക്ലാപ്പും ചങ്ങലിട്ട് നെഞ്ചും തള്ളി നടന്ന കുഞ്ഞുങ്ങളുണ്ടാവില്ലടാ. കൊല്ലം 4 കഴിഞ്ഞില്ലടാ നിന്റെ കെട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് നിനക്കൊരു കൊച്ചിനുണ്ടാക്കാൻ കഴിയില്ലല്ലോടാ. എടാ അതേടാ, നിന്റെ പെണ്ണും പിള്ള പലപ്പോഴായിട്ട് എന്നെ വിളിക്കുന്നു. ഇപ്പോഴാടാ ഈ തൊമ്മിച്ചന് നേരം കിട്ടിയത്. മരുന്നോടെ ഇട്ടിച്ചാ ഈ തൊമ്മിച്ചൻ അങ്ങനെ കൊച്ചുകൾ ഉണ്ടാക്കുന്ന കാണിച്ചു തരാടാ. പാടാ. എടാ നിന്നെ പൈകളെ കാണുമ്പോൾ നിന്റെ നകളിപ്പെടല്ല. നിർത്തി കാണാം. ഇല്ലെങ്കിൽ നിന്നെ കിടുകാൻ വേണ്ടി അഴിച്ചിട്ട് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കണം. നായിട്ട ഈ തോമിച്ച കള്ളുടിക്കും, റമ്മി കളിക്കും, പക്ഷെ പെണ്ണ് വിളി അത് മാത്രമല്ല. അക്കാര്യത്തിൽ തോമിച്ച ഡീസന്റാ. എടാ മുത്തു, വെള്ളം എടുക്കടാ. മൂരിയോടാ അവന്റെ കളി. അബുക്ക, ആ ഇതാരാ ബെന്നിയെ? ഇതെന്റെ കൂട്ടുകാരി ആലീസ്. ആഹാ, 2 ഇളനീര്. ഓ എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. അതെന്തേ? വേണ്ട ബെന്നി, എനിക്ക് താഴെയുള്ള കുഞ്ഞുങ്ങളും അമ്മച്ചിയും പട്ടിണി കിടക്കുമ്പോ എനിക്കിതൊന്നും ഇറങ്ങിയല്ല. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആലീസ് ഒരെണ്ണം കഴിക്കണം. ഇഷ്ടാണ്, പക്ഷേ വേണ്ടടാ. എന്റെ വടക്കണപ്പാ, തൊമ്മിച്ചന് 10 കാശ് കിട്ടണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അതേതായാലും സാധിച്ചല്ലോ, സമാധാനായടാ. അതുകൊണ്ട് ഇന്നത്തെ ഇടിയന് നിന്റെ വകയാവട്ടെ. 2 ഇടിയനും എടുത്തോ. ഓ ഇപ്പൊ എടുക്കാം. അപ്പൊ ഇരിയടാ, തുടങ്ങല്ലേ? അല്ലാതെ ഈ മൂല്യം പോത്തിലേക്ക് ഇറക്കി വിളിച്ചേരട്ടാ. സ്വസ്ഥമായിട്ട് നാളെ അടിക്കാനാ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്. ഇവനെ പോലുള്ള ചെറ്റകളൊക്കെ കള്ളുപിടിപ്പിക്കാൻ നിന്നാലേ ഞങ്ങളെപ്പോലുള്ള മാന്യമാര് ഇനി ഇവിടെ വരില്ല. ഇറക്കി വിളിച്ചേരട്ടാ. എന്താണ് നായിന്റെ മന നീ പറഞ്ഞത്? നിനക്ക് വേണ്ടി
കുഴി കുത്തണോടാ ഞാൻ